കുറേ ചെടിയുള്ള വീടാണല്ലോ. വീടാണോ അല്ലെങ്കിൽ ഫാമാണോ? ഇത് കൊള്ളാലോ. ചെടികളുണ്ട്, മരങ്ങളുണ്ട്. ഹായ് ചേച്ചി. ചേച്ചിയുടെ ആണോ ചെടികളൊക്കെ? ഞാൻ നയൻതാര. ഞാൻ ഇതിലെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ചെടി കണ്ടു. ഫാമാണോ വീടാണോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. വീടിനകത്തൊക്കെ ചെടി ഉണ്ടല്ലോ, എനിക്ക് കാണാൻ പറ്റുമോ? കയറിക്കോട്ടെ. ആ നല്ല മനോഹരാക്കിയിട്ടാണല്ലോ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേ. കുറേ ചെടി ഉണ്ടല്ലേ. ഈ ശരിക്കും വീടിനുള്ളില് ചെടി വളർത്തുക എന്ന് പറയുന്നത് പ്രായോഗികമാണോ? കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന തന്നെ ഉള്ളൂ. ചേച്ചി എത്ര കാലം ഇത് തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ കൊറോണ സമയത്ത് ചെടികൾ ആദ്യം ഉണ്ട്, പക്ഷേ കൊറോണ സമയത്താണ് ഇങ്ങനെ കൂടുതലായതും പിന്നെ സെയിലും തുടങ്ങിയത്. നഴ്സറി ആയിട്ട് തുടങ്ങിയത് അങ്ങനെയാണ്. ഇതിനെയൊക്കെ പരിപാലിക്കുന്ന രീതി എങ്ങനെയാ? അത് ഓരോന്നിനും ഓരോ പോലെയാണ്. ചിലതിന് ലോ മെയിൻ്റനൻസ്, അപ്പോൾ ചിലത് നല്ലോണം കെയറിങ് ഉണ്ട്. അങ്ങനെ ഓരോ ടൈപ്പായിട്ട് തന്നെയാണ് വരുന്നത്. മനോഹരമാക്കി വെക്കുക എന്നുള്ളതിനെക്കാട്ടും ഉപരി നമുക്ക് ശുദ്ധവായു കിട്ടും അല്ലേ? സ്നേക്ക് പ്ലാന്റ് അതിൻ്റെ ഒരു പ്രധാന കൊലയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇതാണ്. എന്ത് സന്തോഷം അറിയാം ചേച്ചി ഇത് കാണുമ്പോൾ. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ? ഉണ്ട്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ വരുന്ന ഈ ഒരു ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ മിക്കവരും പറയുന്നത് തന്നെയാണ്. ഹസ്ബൻഡൊക്കെ സപ്പോർട്ട് ചെയ്യോ? ഫുൾ സപ്പോർട്ടാണ്. ഹസ്ബൻഡും മക്കളും ഒക്കെ ഫുൾ സപ്പോർട്ടാണ്. അതില്ലാതെ മുന്നോട്ട് പോകില്ല. ലോ മെയിൻ്റനൻസ് ആണ് ഇപ്പോൾ ഇതിലുള്ളതെല്ലാം. കാരണം നമുക്ക് ഇങ്ങനെ വിൻഡോ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ ചിലതുണ്ട് വല്ലാണ്ട് അടച്ചു പൂട്ടിയിട്ട റൂമിലാണെങ്കിൽ നമ്മളത് ഇടയ്ക്കൊന്ന് വെയിൽ പുറത്ത് വെച്ച് അങ്ങനെ തന്നെ ചെയ്യണം. ഇല്ലാഞ്ഞാൽ അതൊരിക്കലും വളരില്ല. നനയ്ക്കേണ്ട പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും വരുന്നില്ല. ഇതൊക്കെ അങ്ങനെ തന്നെയാവും. ഓവർ നന വേണ്ട. CC പ്ലാന്റ്, CC പ്ലാന്റ് എന്ന് പറയും. അതിനൊന്നും ഭയങ്കര മെയിൻ്റനൻസ് ലോ ആണ്. വെളിച്ചം ഡയറക്റ്റ് വേണ്ട, ഷെയ്ഡിൽ അങ്ങനെ ആ ഒരു ഇത് കിട്ടിയാൽ മതി. ഞാനിപ്പം ഇൻഡോർ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചെടീൻ്റെ പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പം ലോ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് CC പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ്, ഈ മണി പ്ലാന്റ്, ഫിഗ്. ഇത് ഒരുപാട് പൊക്കത്തിലെത്തുമോ? പൊക്കത്തിൽ വരുന്നത് തന്നെ. ആ ചെടിയുടെ പേരെന്താ? ഫിലോഡെൻഡ്രോൺ, അത് ലക്കി ബാമ്പു. ഈ ചില ചെടികൾ നടുമ്പോൾ നമുക്ക് എന്താ പറയാ, വീടിന് ഐശ്വര്യം വരേണ്ടിയിട്ട് വെക്കുന്നു, അല്ലെങ്കിൽ ഭാഗ്യം വേണ്ടിയിട്ട് അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ലക്കി ബാമ്പു അങ്ങനെ വെക്കുന്നവരുണ്ട്. മണി പ്ലാന്റും അതുപോലെ. മണി പ്ലാന്റും അതെ. ഈ ഇൻഡോർ പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്തിനാ? CC പ്ലാന്റും മണി പ്ലാന്റും. CC പ്ലാന്റ് എനിക്ക് ഇവിടെ നല്ലോണം പോകുന്നതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരാള് വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ. വീട്ടില് ചെടി വെക്കാൻ സ്പേസ് വേണം. സ്പേസ് നോക്കിയിട്ടാണല്ലോ ഇപ്പൊ എല്ലാവരും വീട് തന്നെ ചെയ്യുന്നത്. അപ്പൊ വീടിനകത്ത് ഇതുപോലെ ചെടിയൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവര് ചേച്ചി പറഞ്ഞതുപോലെ അവർക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിൽ ചെടി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുട്ടികളെ നോക്കുന്നത് പോലെ ആണ്. ഒരു ദിവസം നമ്മളത് നോക്കിയിട്ടില്ല, ഒരു ഫംഗസ് എന്തെങ്കിലും ഒന്ന് വന്ന് അത് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അത് നശിക്കുക ഉറപ്പാണ്. അപ്പം അതിന് വേണ്ട കെയറിങ് കൊടുത്ത് അതിന് മരുന്ന് സ്പ്രേ ചെയ്യേണ്ടത് സ്പ്രേ ചെയ്ത് അങ്ങനെ നോക്കിയെടുക്കുന്നുണ്ട്. മനോഹരമായ ചെടികൾ ഉണ്ടായിട്ട് കാര്യമല്ല, അതെങ്ങനെ വെക്കുന്നു എന്നതും പ്രധാനമാണ് അല്ലേ? നമ്മൾ ഇൻഡോറിലായാലും പിന്നെ ഔട്ട്ഡോർ ആയാലും നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ വെക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഭംഗി. സ്വപ്ന ഭവനം എന്ന് പറയുന്നത് പലർക്കും മെയിനായിട്ട് ഉള്ളിലും പുറത്തും ചെടികൾ, ആ ലാൻഡ്സ്കേപ്പിങ്ങും അതൊക്കെ നമ്മളതും ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ചെടികൾ വളർത്തുന്നതിലൂടെ കിട്ടുന്ന സന്തോഷമുണ്ട്, അത്
എനിക്കൊന്ന് ചേച്ചിക്ക് മാത്രമേ പറഞ്ഞറിയിക്കാനാവുള്ളൂ. അതെ, അത് ഭയങ്കര സന്തോഷം തന്നെ. നമ്മളൊരു ചെടി വളർത്തി അത് ഒരു തളിര് വരുമ്പോഴും റിപ്പോർട്ട് ചെയ്ത തളിര് വരുമ്പോഴും അതിൽ ഫ്ലവറിങ് ആവുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷം തന്നെ കണ്ടിരിക്കാൻ. അത് പോയി നോക്കി അങ്ങനെ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ്. വെറുതെ ഒരു ചെടി നട്ട് വളർത്തുക എന്നതിലുപരിയായി ആ ചെടി എങ്ങനെ ക്രിയേറ്റീവായി വീടിനകത്ത് അല്ലെങ്കിൽ വീടിന് പുറത്ത് വെക്കാമെന്ന് ചേച്ചി കൃത്യമായി മനസ്സിലാക്കി തന്നു. ചേച്ചിയുടെ വീട് അത് കൃത്യമായി മനസ്സിലാക്കി തന്നു. എനിക്ക് 2 ചെടി തരണം കേട്ടോ പോകുമ്പോൾ. അതൊക്കെ റെഡി, എന്തായാലും തീർച്ചയായിട്ടും. വളരെ സന്തോഷം ചേച്ചി. വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ജോം ടിക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.